ഇന്നലകളില്ലാതെ ഭാഗം 7. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. നിനക്കിനി എന്നിൽ നിന്നും ഓടിപ്പോകാനാകില്ല പെണ്ണേ. നീയില്ലാതെ എനിക്ക് പറ്റുന്നില്ല. എന്നും എൻ്റെ കൂടെ വേണം. ഇന്നലെ ഒന്ന് കാണാനാകാതെ ഞാൻ കിടന്നുരുകി. അതാ നോക്കി വന്നത്. കാണാതായപ്പോൾ ഒന്ന് സ്വസ്ഥത കിട്ടാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ദാ ഇവിടെ. എത്ര നേരം നോക്കി നിന്നെന്നറിയില്ല. താൻ വന്നതൊന്നും അറിയാതെ ഏതോ സ്വപ്നലോകത്തെന്ന പോലെ ഇരിക്കുകയാണ്. അവൻ അതും ഓർത്തുകൊണ്ട് അവൾക്ക് പോകാൻ വഴിമാറിക്കൊടുത്തു. ഗായത്രി അവനെ കടന്നുപോയി. ഒന്ന് നിന്നേ. ഇനി ഞാൻ കണ്ടു എന്ന് കരുതി ഇങ്ങോട്ട് വരാതിരിക്കരുത്. പിന്നെ വഴി കയറുമ്പോൾ ഒന്ന് സൂക്ഷിക്കണേ. നല്ല വഴുക്കലുണ്ട്. അവൾ പോകുന്ന വഴി നോക്കി സേതു വിളിച്ച് ഓർമ്മിപ്പിച്ചു. ഗായത്രി ഒന്ന് നിന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ആ കണ്ണുകൾ തന്നിലേക്കെന്നത് അവളിൽ ഉൾക്കിടിലമുണ്ടാക്കി. ഇല്ല, ഇനിയൊരു മുറിവേൽക്കാനാകില്ല. അവൾ തിരിഞ്ഞു നടന്നു. ചുണ്ടിലൊരു പുഞ്ചിരിയുമായി അവൾ പോകുന്നതും നോക്കി സേതു നിന്നു. ഗായത്രി രാവിലെ തന്നെ എണീറ്റ് എല്ലാം റെഡിയാക്കി. കുളിച്ച് സാരി ഉടുത്തു. അവൾക്ക് ചിരി വന്നു. എൻഗേജ്മെന്റിന് സാരി ഉടുക്കാൻ പറഞ്ഞതിനുണ്ടാക്കിയ ബഹളം അവൾ ഓർത്തു. ഇപ്പോൾ എങ്ങനെയായാലും മതി. തനിക്ക് വന്ന മാറ്റമേ അവൾ ചിരിയോടെ ഓർത്തു. റെഡിയായി കഴിഞ്ഞ് ഗായു തോപ്പിലേക്ക് പോയി. വല്യമ്മേ, അവൾ അടുക്കള വശത്ത് നിന്നുകൊണ്ട് വിളിച്ചു. അവളുടെ വിളി കേട്ട് മാധവമ്മ ഇറങ്ങി വന്നു. നിന്റെ സുന്ദരിക്കുട്ടി എത്തിയോ? മാധവമ്മ അവളെ കെട്ടിപ്പിടിച്ചു. ഞാൻ വിചാരിച്ചു മോൾ എന്നെ കാണാതെ പോകുമെന്ന്. എൻ്റെ വല്യമ്മേ, ഞാൻ കാണാതെ പോകുമോ? എനിക്ക് ആകെയുള്ള കൂട്ടുകാരിയല്ലേ. അവൾ അവരെ കെട്ടിപ്പിടിച്ചു. ഞാൻ പോകട്ടെ, എന്നെ അനുഗ്രഹിക്കണേ വല്യമ്മേ. അവൾ അവരുടെ കാല് തൊട്ട് നെറുകയിൽ വെച്ചു. മാധവമ്മയുടെ കണ്ണ് നിറഞ്ഞു. അവരവളെ കെട്ടിപ്പിടിച്ച് കവിളിലൊന്ന് മുത്തി. മുത്തശ്ശീനെ ഒന്ന് വിളിക്കോ? ഒന്ന് കണ്ടിട്ട് പോകാനാ, അവൾ മാധവമ്മയോട് പറഞ്ഞു. അതിനെന്താ, മോള് കയറി കണ്ടോളൂ. എനിക്ക് കുറച്ച് പണിയുണ്ട്. അമ്പലത്തിൽ പോകുന്നുണ്ടോ നീ? ആ, പോകണം. അത് പറഞ്ഞുകൊണ്ട് ഗായത്രി അടുക്കളയിലൂടെ അകത്തേക്ക് കയറി. മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി. മുത്തശ്ശി, മുത്തശ്ശി, ഞാൻ ഗായത്രിയാ. മുത്തശ്ശി കുളിക്കുകയാണോ? അവൾ ബാത്റൂമിൻ്റെ വാതിലിനരികിൽ നിന്നുകൊണ്ട് ചോദിച്ചു. അയ്യോ മോളെ, ഞാനിപ്പോൾ കയറിയേ ഉള്ളൂ. കുഴമ്പിട്ടിരിക്കുക. ഇനി ഇറങ്ങുമ്പോൾ സമയമാകും. മുത്തശ്ശി, ഞാൻ ഇന്നു മുതൽ ജോലിക്ക് പോവുക. എന്നെ അനുഗ്രഹിക്കണം. നല്ലത് വരട്ടെ കുട്ടിയെ. എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. വരുമ്പോൾ ഇത്രടം വരെ വായോ. ഇനി നേരം വൈകണ്ട. സേതുവിന് ദേഷ്യം ഇച്ചിരി കൂടുതലാ. വെറുതെ വായിലിരിക്കുന്നത് കേൾക്കണ്ട. അത് പറഞ്ഞുകൊണ്ട് അവര് ഉറക്കെ ചിരിച്ചു. ശരി മുത്തശ്ശി, ഞാൻ പോകുക. അത് പറഞ്ഞുകൊണ്ട് ഗായത്രി അടുക്കളയിലേക്ക് ചെന്ന് മാധവമ്മയോട് യാത്ര പറഞ്ഞിറങ്ങി. അടുക്കള വശത്തുകൂടി ഇറങ്ങിയ ഗായത്രി പതിയെ മുന്നിലേക്ക് നടന്ന് പാടത്തേക്കിറങ്ങി വഴിയിലൂടെ നടന്നു. അപ്പോഴാണ് സേതു ചെറിയൊരു തൂമ്പയും പിടിച്ചുകൊണ്ട് ഒരു കാവിമുണ്ടും ബനിയനുമിട്ട് എതിരെ വരുന്നത്. അവളെ കണ്ട് സേതു ആകെ ഒന്ന് തെളിഞ്ഞു. കണ്ണും മുഖവും. അവൻ അവളെ തന്നെ നോക്കി നടന്നു. ഗായത്രി ഒന്ന് പതിയെ ചിരിച്ചുകൊണ്ട് തല താഴ്ത്തി അവനെ കടന്നുപോയി. അവൾ കടന്നുപോയപ്പോൾ സേതു പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. അതെ, ഒന്ന് നിന്നേ. ഈ മുടി ഇങ്ങനെ അഴിച്ചിടണ്ട. ഒരു ക്ലിപ്പെങ്കിലും ഇട്ടൂടെ? അവൾ അത് കേട്ട് അതിശയത്തോടെ നോക്കി. മുടിയുടെ തുമ്പെടുത്ത് ഒന്ന് കെട്ടിയിട്ടു. സേതു ഒരു ചിരിയോടെ വീട്ടിലേക്ക് നടന്നു. ആദ്യ ദിവസമായതുകൊണ്ട് അമ്പലത്തിൽ കയറി തൊഴുതാണ് വന്നത്. ഗായത്രിക്കൊരു പരിഭ്രമം തോന്നി. ആരെ ചെന്ന് കാണും? ബസ്സിറങ്ങി നടക്കുമ്പോൾ അവൾ മനസ്സിലെ ആശങ്ക മറച്ച് ഒന്ന് അടക്കി നിർത്താൻ ശ്രമിച്ചു. നടന്ന് ഷോപ്പിന് മുന്നിൽ ചെന്നപ്പോൾ സേതു കാറ് പാർക്ക് ചെയ്ത് നടന്നു വരുന്നു. അവൾക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. അല്ലെങ്കിൽ സേതുവേട്ടൻ്റെ സാമീപ്യം ഒരു സുരക്ഷിതത്വം നൽകും. തൊട്ടടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫീലിംഗ് ശരിക്കും അറിയാം. അതും ഓർത്തുകൊണ്ട് കടയിലേക്ക് കയറി. പിന്നാലെ തന്നെ സേതുവും ഉണ്ടായിരുന്നു. അവൾ നേരെ ഫ്ലോർ സൂപ്പർവൈസർ സുമചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു. കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടതുകൊണ്ട് ഗായത്രിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അവരിലൊരാളായി അവളും. ഉച്ചവരെ നല്ല തിരക്കായിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരത്താണ് അവളൊന്ന് സ്വസ്ഥമായത്.
എന്നാലും അവൾക്ക് മനസ്സിനൊരു സന്തോഷം തോന്നി. ഇതുപോലെ ഒരു ടെക്സ്റ്റൈൽസ് തൻ്റെ വീട്ടിലും സ്വന്തമായിട്ടുണ്ട്. വസ്ത്രമെടുക്കാനല്ലാതെ ഒരിക്കലും അങ്ങോട്ട് പോകാറില്ല. അച്ഛൻ ബാങ്കിൽ ജോലി കഴിഞ്ഞാണ് അവിടെ പോകുന്നത്. യദുവേട്ടനോടും തന്നോടും ഒന്ന് ഷോപ്പിൽ പോകാൻ പറഞ്ഞ നീ പോ, ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് തല്ലുപിടിക്കും. ആ താനാണ്. അവൾ ചിരിയോടെ ഓർത്തു. സേതു ഇടയ്ക്കിടയ്ക്ക് മുന്നിലെ CCTV വിഷ്വൽസിൽ ഗായത്രിയെ നോക്കിക്കൊണ്ടിരുന്നു. എല്ലാവരോടും ഒരു പതിഞ്ഞ ചിരിയോടെ ഇടപഴകുന്നവൾ. അവളിവിടെ വന്നിട്ട് 1 മാസമേ ആകുന്നുള്ളൂ. അവളെ കാണാൻ തുടങ്ങിയ മുതൽ എന്തോ ഒരു വല്ലാത്ത ഫീലിംഗ്. പിന്നെയും പിന്നെയും കാണണമെന്ന് തോന്നും. ആദ്യമായി കുളത്തിൽ നിന്നും പൊങ്ങി വന്ന് തന്നെ പകച്ചു നോക്കിയ ആ കണ്ണുകൾ പിന്നെ തന്നെ ഉറങ്ങാൻ വിട്ടിട്ടില്ല. സേതു ഒരു ചിരിയോടെ ഓർത്തു. സേതു നോക്കിയപ്പോൾ എല്ലാ കോഴികളും അവളെ തന്നെയാണ് നോക്കുന്നത്. ക്യാഷിലെ സുരേഷേട്ടൻ അവളിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല. അവന് ദേഷ്യം വന്നു. ഇതുകൊണ്ടാണ് പഠിക്കാൻ പോകാൻ പറഞ്ഞത്. അപ്പോൾ അവൾക്ക് വേണ്ട. ഇനി എന്താ ചെയ്യുക? എൻ്റെ കൈക്ക് പണിയാവും. ഒരാഴ്ച പെട്ടെന്ന് കടന്നുപോയി. ഗായത്രി എല്ലാം കൊണ്ടും ഓക്കെയായി. യാത്രയും ജോലിയും എല്ലാം അവൾ ആസ്വദിച്ചു തുടങ്ങി. വേറെ ഒന്നും ഓർക്കാൻ അവൾക്ക് നേരമില്ല. വെള്ളിയാഴ്ച വൈകിട്ടാണ് മാധവമ്മ നൂലുകെട്ടിന് പോകേണ്ട കാര്യം പറഞ്ഞത്. നാളെ രാവിലെ തന്നെ അവിടേക്ക് പോകണം. ഇന്ന് ചെല്ലാൻ പറഞ്ഞതാ. ഞാൻ മോള് തന്നെ ആയതുകൊണ്ടാണ് പോകാഞ്ഞത്. തോപ്പിൽ മുത്തശ്ശി ഇന്ന് തന്നെ പോയി. സേതു മാത്രമേ അവിടെയുള്ളൂ. എനിക്ക് രാവിലെ തന്നെ മേലേത്ത് വീട്ടിലേക്ക് പോകണം. മോള് പോകുന്നതിന് മുന്നേ ഒന്ന് പോയി ചായ ഉണ്ടാക്കി വെക്കണം. ഉച്ചയ്ക്കൊന്നും വേണ്ട, മാധവമ്മ പറഞ്ഞു. ശരി വല്യമ്മേ, ഞാൻ നേരത്തെ എണീറ്റ് പോയിക്കോളാം. കുഴപ്പമില്ല. മോള് വരുന്നുണ്ടോ? ഇല്ല വല്യമ്മേ, ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയതല്ലേ ഉള്ളൂ. ലീവ് എടുക്കണ്ടേ? ഞായറാഴ്ച ആയിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. അത് ശരിയാ. ഒരു ലീവ് കളയണ്ട. ഒരു നന്ദിയില്ലാത്ത കൂട്ടരാ. എനിക്കിഷ്ടമുണ്ടായിട്ടല്ല. ആ സേതുമോനെ അവൾ പറ്റിച്ചതാ. അതോർക്കുമ്പോൾ അതെന്താ വല്യമ്മേ? ആ പേര് കേട്ടപ്പോൾ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. അത് വലിയൊരു കഥയാ. സേതുമോൻ അമേരിക്കയിൽ നിന്ന് വന്ന സമയത്ത് ഇനിയും പോകുമെന്ന് കരുതി ആ പെണ്ണ് കുറേ കാലം പുറകെ നടന്നു. കുഞ്ഞിനും ഇഷ്ടമായിരുന്നു. എന്നാൽ ഇനി മടങ്ങിപ്പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ പെണ്ണ് കാലുമാറി. അവനെ വേണ്ടാന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ കൂട്ടുകാരൻ അച്ഛനെ മതിയെന്ന് പറഞ്ഞു. അത് നാട് മുഴുവൻ വിളിച്ച് മോതിരമാറ്റത്തിൻ്റെ അന്ന് തലകുനിച്ച് പന്തലിൽ നിന്നും ഇറങ്ങിപ്പോയ സേതു. കുഞ്ഞിൻ്റെ ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അവര് വേദനയോടെ ഓർത്തു. എന്തോ ഗായത്രിയുടെ മനസ്സും ഒന്ന് നൊന്തു. കുസൃതിയോടെ ചിരിക്കുന്ന കണ്ണുകൾ അവളിൽ നിറഞ്ഞു. ആ കണ്ണുകളെ ഓർത്തുകൊണ്ട് അവൾ എപ്പോഴോ ഉറങ്ങി. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.